ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 91-ാം സങ്കീർത്തനം 3-ാം തിരുവചനം. അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. എത്ര അത്ഭുതകരമായ വാഗ്ദാനമാണിത്! നമ്മളായിരിക്കുന്ന ഈ നാളുകളിൽ ഈ വചനത്തിന് വലിയ പ്രസക്തിയുണ്ട്. നമ്മുടെ കർത്താവ് നമ്മെ ഓരോരുത്തരെയും വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിവുള്ളവനാണെന്ന് ഈ വചനം ഉറപ്പോടെ പ്രഖ്യാപിക്കുകയാണ്. നമുക്ക് പൂർണ്ണമായി വചനത്തിൽ ഹൃദയമർപ്പിച്ച് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാം. നമ്മളെ ഭാരപ്പെടുത്തുന്ന അനേകം ആശങ്കകളുണ്ട്. ചുറ്റുപാടും വലിയ പ്രതിസന്ധികൾ, നമ്മളെ നൊമ്പരപ്പെടുത്തുന്ന പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ, കോവിഡ് മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ, വിവിധങ്ങളായ ദുരന്തങ്ങൾ, ദുരിതങ്ങൾ, ഇതെല്ലാം നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മെ അലട്ടുന്ന എല്ലാ പ്രതിസന്ധികളും നമ്മുടെ മധ്യയുള്ള കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ഈശോ സകലത്തിനും മതിയായവനാണ്. കർത്താവിൻ്റെ സർവാധിപത്യത്തിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ഒരു മനസ്സോടെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരു നിമിഷം വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്കിപ്രകാരം പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. പ്രതിസന്ധിയുടെ നാളുകളിൽ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് വരണമേ. ഞങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളിലേക്ക്, ദുഃഖ ദുരിതങ്ങളിലേക്ക്, കോവിഡ് മൂലം കഷ്ടപ്പെടുന്ന ജനലക്ഷങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ വരണമേ. അത്ഭുതങ്ങൾ നൽകണമേ. സൗഖ്യങ്ങൾ പകരണമേ. രോഗശാന്തികൾ പ്രദാനം ചെയ്യണമേ. പ്രാർത്ഥിക്കുവാൻ തീഷ്ണത നൽകണമേ. ആഴമേറിയ അനുതാപം നൽകണമേ. പരിശുദ്ധാത്മാവേ, ധാരാളം മാനസാന്തരങ്ങൾ നൽകണമേ. ഹല്ലേലൂയ. ഈശോയേ നന്ദി. ഈശോയേ സ്തുതി. നമുക്കൊന്ന് ചേർന്ന് ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൽ പൂർണ്ണമായി ഹൃദയമുറപ്പിച്ച് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. വിശ്വാസ ക്ഷയത്തിൽ നിന്ന്, വിശ്വാസ ദുർബലതകളിൽ നിന്ന് കർത്താവേ ഞങ്ങൾക്ക് വിമോചനം നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുകയാണ്. അനേകായിരങ്ങൾക്ക് സൗഖ്യം ലഭിക്കുവാൻ, ഡെലിവറൻസ് ഉണ്ടാകുവാൻ, ആഴമേറിയ അനുതാപത്തിലേക്ക്, മാനസാന്തരത്തിലേക്ക് ദൈവജനം മുഴുവൻ കടന്നു വരുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പാടുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. ഈശോയേ, വിശ്വസിക്കുന്ന കർത്താവേ, വചനം പരാജയപ്പെടുന്നില്ല, വാഗ്ദാനങ്ങൾക്ക് മാറ്റമില്ല. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, കൃപ തരണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അഗ്നിയിൻ നാളങ്ങൾ, വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. എത്ര പേര് വിശ്വസിക്കുന്നു? ഒരു പ്രതിസന്ധിക്കും, ഒരു മഹാമാരിക്കും നമ്മളെ തകർക്കാൻ സാധ്യമല്ല.
അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ യേശുവുണ്ട്. ആമേൻ. ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, അവിടുന്ന് സകലത്തിന് മതിയായവനാണ്, സർവാധിപത്യമുള്ള ദൈവമാണ്. യേശുവുണ്ട്. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. ആമേൻ. കാണുന്നു ഞാൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. ഇരക്കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മുടെ മധ്യയുള്ള പരിശുദ്ധാത്മാവിന്റെ ജീവനുള്ള സാന്നിധ്യം അനുഭവിച്ച് നമ്മൾ ഉച്ചസ്വരത്തിൽ എല്ലാം പറഞ്ഞൊരു മനസ്സോടെ വിളിക്കുകയാണ്. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നൽകി അനേകരെ സൗഖ്യത്തിലേക്ക്, ഡെലിവറൻസിലേക്ക്, മാനസാന്തരത്തിലേക്ക് പരിശുദ്ധാത്മ നയിക്കുന്ന സമയം എല്ലാം മറന്ന് നമ്മൾ ഒരുമിച്ച് വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, സർവശക്തനായ പരിശുദ്ധാത്മാവേ, സർവാധിപത്യമുള്ള പരിശുദ്ധാത്മാവേ, 10,000ങ്ങളിലേക്ക് വരണമേ. കോവിഡ് മൂലം കഷ്ടപ്പെടുന്ന എല്ലാ രോഗികളിലേക്ക്, അവരെ പരിചരിക്കുന്നവരിലേക്ക്, ആരോഗ്യ പ്രവർത്തകരിലേക്ക്, കർത്താവേ, ഈ മഹാമാരി മൂലമുണ്ടായ നാശനഷ്ടങ്ങളിലേക്ക് ആത്മാവിനെ വർഷിക്കണമേ. പരിശുദ്ധാത്മാവേ, വരിക വരിക വരിക. ഞങ്ങൾ ഏറ്റെടുക്ക പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നിയന്ത്രിക്ക പരിശുദ്ധാത്മാവേ. ദുഃഖദുരിതങ്ങളിലേക്ക്, ഞങ്ങൾ അനുഭവിക്കുന്ന സങ്കടങ്ങളിലേക്ക്, വേദനകളിലേക്ക്, രോഗപീഠകളിലേക്ക്, തകർച്ചകളിലേക്ക്, എല്ലാവിധ നൊമ്പരങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ വരണമേ. വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ വിശ്വാസത്തെ ബലപ്പെടുത്തണമേ. വിശ്വാസക്ഷയത്തിൽ നിന്ന് കർത്താവേ, വിശ്വാസത്യാഗത്തിന്റെ പീഡകളിൽ നിന്ന് ഞങ്ങളെ വിമോചിപ്പിക്കണമേ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. പ്രതിസന്ധിയുടെ നാളുകളിൽ, മഹാമാരിയുടെ ഈ നാളുകളിൽ കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ജീസസ്, ജീസസ്, ജീസസ്. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. അമ്മ മാതാവേ, വിശ്വാസത്തിന്റെ നാഥേ, ഞങ്ങളെല്ലാവരും സത്യവിശ്വാസത്തിൽ മുന്നേറുവാൻ അമ്മ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഔസേപ്പ് പിതാവേ, സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. നിൻ വചനം ധ്യാനിക്കുമ്പോ പ്രിയ ദൈവമക്കളെ, നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഉണർത്തുന്ന കർത്താവിൻ്റെ ജീവനുള്ള വചനത്തിൻ്റെ മുൻപിൽ പ്രത്യാശയുള്ളവരാകാം. ദൈവവചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് നൽകുന്ന ആലോചന, വിശ്വാസത്തിൽ മുന്നേറുക. ദൈവത്തിൻ്റെ ജനം വിശ്വാസത്തിൽ മുന്നേറുക. COVID-19 മൂലം ലോകമിന്ന് വളരെ ദുരിതത്തിലാണ്. നമ്മുടെ രാജ്യവും നമ്മുടെ നാടും വളരെ കഷ്ടനഷ്ടങ്ങളിലൂടെ കടന്നു പോവുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട പലരും നമ്മെ വിട്ട് കർത്താവിൻ്റെ ഭവനത്തിലേക്ക് യാത്രയായി. പല ബഹുമാനപ്പെട്ട വന്യവൈദികരും സമർപ്പിതരും നമ്മുടെ പല സുഹൃത്തുക്കളെല്ലാം ഇന്ന് നമ്മെ വിട്ട് നിത്യതയിലേക്ക് പോയി. ഒരുപാട് നാശനഷ്ടങ്ങൾ, സാമ്പത്തികമായ തകർച്ചകൾ, സാമൂഹ്യപരമായ പല വിധത്തിലുള്ള നാശങ്ങൾ, പല കുടുംബങ്ങളും കണ്ണുനീരിൻ്റെയും ദുഃഖത്തിൻ്റെയും ദുരന്തത്തിൻ്റെയും കൈപ്പേറിയ അനുഭവങ്ങൾ പേറി കഴിയുന്നു. പ്രത്യാശിക്കാൻ പലപ്പോഴും വകയില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നു. ഇതിൻ്റെ എല്ലാം നടുവിൽ പലപ്പോഴും നമ്മുടെ വിശ്വാസം ദുർബലമാകുന്നു. പലരുടെയും വിശ്വാസം ക്ഷയിച്ചു പോകുന്നു. ദൈവം ജീവിക്കുന്നവനാണോ? ദൈവമുണ്ടോ? പ്രാർത്ഥിച്ചിട്ട് പ്രയോജനമുണ്ടോ? ഇതിന് എന്നാണൊരു അവസാനമുണ്ടാവുക?
അനേകർ ഇന്ന് സംശയത്തിലും പല വിധത്തിലുള്ള നൊമ്പരങ്ങളിലുമാണ്. പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുകയാണ്. ലോകത്തിൽ എന്തുമാത്രം പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ മഹാമാരികളോ പകർച്ചവ്യാധികളോ പ്രകൃതിക്ഷോഭങ്ങളോ മറ്റു പല വിധത്തിൽ വിനാശങ്ങൾ എന്തു തന്നെയാണെങ്കിലും ഒരു വിശ്വാസിയുടെ പ്രത്യാശ വർദ്ധിക്കുകയാണ്. കർത്താവിനെ സ്നേഹിക്കുന്ന, ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ വിശ്വാസം പെരുകുകയാണ്. ഇതൊന്നും യാദൃശികമല്ല. ദൈവം അറിയാതെ ഈ ലോകത്തിലും സഭയിലും നമ്മളായിരിക്കുന്ന ചുറ്റുപാടുകളിലും ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ദൈവം അനുവദിച്ചും അറിഞ്ഞുമാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാം സംഭവിക്കുന്നത്. നമ്മുടെ കർത്താവ് പറഞ്ഞു, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം തിരുവചനം, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? 2000 വർഷങ്ങൾക്ക് മുൻപ് കർത്താവ് പറഞ്ഞ ഈ വാക്കുകൾക്ക് ഇന്ന് വലിയ പ്രസക്തിയുണ്ട്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. നമ്മൾ ഇന്ന് അനേകർ അസ്വസ്ഥരാണ്. നമുക്ക് പലപ്പോഴും ഉത്തരം കിട്ടുന്നില്ല. എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എങ്ങോട്ടാണിത് പോകുന്നത്? ഇതിനെന്നാണ് ഒരു അവസാനം ഉണ്ടാകുന്നത്? ആർക്കും ഒന്നും പറയാൻ കഴിയുന്നില്ല. കർത്താവിൻ്റെ ജീവനുള്ള വചനം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അസ്വസ്ഥരാകരുത്. പലപ്പോഴും വേദപുസ്തകം നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും, നമ്മളായിരിക്കുന്ന ഈ നാളുകളിൽ ഇതെല്ലാം സംഭവിക്കുന്നത് ചില പ്രവചനങ്ങളുടെ പൂർത്തീകരണങ്ങളാണ്. സ്വർഗത്തിൻ്റെ ചില അടയാളങ്ങളും മുന്നറിയിപ്പുകളുമാണ്. എത്രയോ അടയാളങ്ങളിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട്. അനുതപിക്കുവാനും മാനസാന്തരപ്പെടുവാനും പാപം പൂർണ്ണമായും ഉപേക്ഷിച്ച് കർത്താവിലേക്ക് തിരിയുവാനുമുള്ള സ്വർഗത്തിൻ്റെ ആഹ്വാനമാണ് പലപ്പോഴും നമ്മൾ ഇന്ന് കാണുന്ന, നമ്മൾ തകർച്ചകളും പ്രതിസന്ധികളൊക്കെ എന്ന് പറയുന്ന പല പ്രശ്നങ്ങളിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുക. ഈശോ പറയാണ്, നിങ്ങൾ എന്നിലും വിശ്വസിക്കുക. വിശ്വാസം ബലപ്പെടേണ്ട സമയമാണിത്. നമ്മുടെ വിശ്വാസ ജീവിതം കൂടുതൽ ദൃഢത പ്രാപിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഇതെല്ലാം കണ്ട് നമ്മുടെ മനസ്സ് തളർന്ന് നമ്മൾ മാനസികമായി ദുർബലരായി വിശ്വാസം ക്ഷയിച്ച് നമ്മൾ കൃപയിൽ നിന്ന് പിന്മാറി പോകരുത്. വിശ്വാസം ശക്തിപ്പെടേണ്ട ദിനങ്ങൾ. പൗലോസ് സഭയോട് പറയുന്നുണ്ട്, കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 16-ാം അധ്യായം 13-ാം വചനത്തിൽ, നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ. ഇത് നമുക്കുള്ള ദൈവത്തിൻ്റെ ആഹ്വാനമാണ്. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. പ്രതീക്ഷിക്കാൻ വകയില്ലാത്ത പലതും നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കുമ്പോൾ, ആകസ്മികമായി നമുക്ക് തോന്നുന്ന ചില ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രിയപ്പെട്ടവർ നമ്മൾ വിട്ടുപിരിഞ്ഞ് പോകുമ്പോൾ, നമ്മുടെ ചുറ്റുപാടുകളിലും കണ്ണുനീരിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, പരിശുദ്ധാത്മ പറയാ, നിന്റെ വിശ്വാസം മങ്ങിപ്പോകരുത്, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. എന്തൊക്കെ സംഭവിച്ചാൽ, ഈശോ പറഞ്ഞില്ലേ, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൾ രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. നമ്മൾ പല വിനാശങ്ങളും കാണേണ്ടി വരും. പല വിധത്തിലുള്ള തകർച്ചകളും പ്രതിസന്ധികളും മഹാമാരികളും പ്രകൃതിക്ഷോഭങ്ങളൊക്കെ നേരിടേണ്ടി വരും. എന്നാൽ ഇതിൻ്റെ നടുവിലും വിശ്വാസം നഷ്ടപ്പെടാതെ, വിശ്വാസം ക്ഷയിച്ചു പോകാതെ
വിശ്വാസത്തിൽ മുന്നേറുവാൻ, ജ്വലിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഉറച്ചു നിൽക്കുക. നമ്മുടെ കർത്താവ് ഇപ്രകാരം പറഞ്ഞു. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 31-32 വചനങ്ങളിലാണ്. ശിമയോൻ പത്രോസിനെ നോക്കിക്കൊണ്ട് പറയാ, സാത്താൻ നിന്നെ ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റുവാൻ നോക്കി. ശിമയോനെ, നിന്റെ വിശ്വാസം തകർക്കുവാൻ പിശാച് പരിശ്രമിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു വലിയ മർമ്മമാണ് കർത്താവ് നമുക്ക് പറഞ്ഞു തന്നത്. ഈ പ്രതിസന്ധികൾ, ഈ മഹാമാരി, കഷ്ടനഷ്ടങ്ങൾ, കണ്ണുനീരിൻ്റെ അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരിഞ്ഞു മുറുക്കുമ്പോൾ സാത്താൻ വളരെ തന്ത്രപൂർവ്വം നമ്മുടെ വിശ്വാസം ക്ഷയിപ്പിക്കുവാൻ നോക്കുകയാണ്. നമ്മുടെ വിശ്വാസത്തിന് മങ്ങലേൽപ്പിക്കാൻ, നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ അകന്നു പോകുവാൻ ഇന്ന് പിശാച് വളരെ തന്ത്രപരമായി പ്രവർത്തിക്കുകയാണ്. നമുക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട് പ്രിയപ്പെട്ടവരെ. 10,000-ങ്ങൾക്ക് വേണ്ടി നമ്മൾ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാൻ തീഷ്ണത നഷ്ടപ്പെട്ടവരെ, വിശ്വാസം ക്ഷയിച്ചു പോകുന്നവരെ, വിശ്വാസത്യാഗം സംഭവിച്ചവരെ, ഇനി ദൈവത്തെ വിളിക്കേണ്ട കാര്യമില്ല, ദൈവമില്ല, ദൈവമുണ്ടെങ്കിൽ ഇനിയൊന്നും സംഭവിക്കത്തില്ല. ചില ദുരന്തങ്ങൾ മൂലം, അവരുടെ ജീവിതത്തിൽ ആകസ്മികമായി സംഭവിച്ച ചില തകർച്ചകൾ മൂലം ദൈവാശ്രയം നഷ്ടപ്പെട്ടവരെ, ദൈവവിശ്വാസം മങ്ങിപ്പോയവരെ, ഇവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ച് നമ്മൾ അവരെ ബലപ്പെടുത്തണം. സ്നേഹിച്ചുകൊണ്ട് നമ്മളവരെ പ്രോത്സാഹിപ്പിക്കണം. കർത്താവ് പറഞ്ഞു, നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ശിമയോനെ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇതുപോലെ അനേകർക്ക് വേണ്ടി അവരുടെ വിശ്വാസ ജീവിതത്തിൽ അവർ കരുത്ത് പ്രാപിക്കുവാൻ, ഫലമുള്ളവരാകാൻ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ ത്യാഗമെടുത്ത് സഹിച്ച് പ്രാർത്ഥിക്കണം. സഹനങ്ങൾ കൃപകളായി നമ്മൾ പ്രാർത്ഥിക്കാൻ ഒരുങ്ങണം. പരിശുദ്ധാത്മ അത്ഭുതങ്ങൾ ചെയ്യും. ഈ പ്രതിസന്ധിയുടെ നാളുകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് 3 കാര്യങ്ങൾ നമ്മോട് പറയുകയാണ്. ഇതിൽ പൂർണ്ണമായി നമ്മൾ വിശ്വസിക്കണം. ഒന്നാമതായി, ദൈവപരിപാലനയിൽ നാം വിശ്വസിക്കണം. ഒരു സാഹചര്യവും ദൈവത്തിന് പ്രവർത്തിക്കാൻ തടസ്സമല്ല. മഹാമാരി ആവട്ടെ, പ്രകൃതിക്ഷോഭമാകട്ടെ, മറ്റു പല വിനാശങ്ങളാകട്ടെ, തീവ്രവാദമാകട്ടെ, ഈ എന്ത് തന്നെ ആവട്ടെ, തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, തന്നെ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി, ആരെല്ലാം തന്നോട് വിശ്വസ്തത പുലർത്തുന്നുവോ അവർക്ക് വേണ്ടി തൻ്റെ കരുതലിൻ്റെ കരം നീട്ടിക്കൊടുക്കുവാൻ, തൻ്റെ പരിപാലന സ്നേഹത്തോടെ വെളിപ്പെടുത്തുവാൻ കർത്താവ് മതിയായവനാണ്. ദൈവത്തിൻ്റെ പരിപാലനയിലുള്ള ഉറച്ച വിശ്വാസം, ഈ വിശ്വാസത്തിലേക്ക് പരിശുദ്ധാത്മ നമ്മൾ വിളിക്കുകയാണ്. പൗലോസ് സഭയോട് പറയുന്നുണ്ട്, ഫിലിപ്പി സഭയ്ക്ക് ഇത് ലേഖനം 4:6 പറയുന്നത്, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. ദൈവത്തിൻ്റെ പരിപാലനയിൽ ഉറച്ചു വിശ്വസിക്കുന്നൊരു ദൈവ പൈതലിനെ ആകുലതകളില്ല. നമുക്ക് സാമ്പത്തിക ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, പലവിധ കഷ്ടനഷ്ടങ്ങളൊക്കെ നമുക്കുണ്ട്. നമ്മുടെ മക്കളുടെ ഭാവി, പഠനം, ജീവിതം, ഇതിനെക്കുറിച്ചുള്ള ആശങ്കകളെല്ലാം നമ്മെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുകയാണ്, ഇതൊക്കെ യാഥാർത്ഥ്യങ്ങൾ തന്നെയാണെങ്കിലും ഇതിൻ്റെ നടുവിൽ നമ്മെ കരുതുവാൻ, നമ്മെ പരിപാലിക്കുവാൻ കർത്താവ് ശക്തനാണ്. ഹല്ലേലൂയ. നമ്മളൊന്നിനെ കുറിച്ച് വിചാരപ്പെടേണ്ട, ദൈവത്തിൻ്റെ പരിപാലനയിൽ വിശ്വസിക്കുക. ഇതിനോട് ബന്ധപ്പെട്ട എത്രയോ അനുഭവങ്ങൾ പറയാൻ പറ്റും. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, തൊഴിൽ മേഖലകളിൽ, ശുശ്രൂഷ മണ്ഡലങ്ങളിലൊക്കെ എത്ര വിശ്വസ്തയോടെയാണ് കർത്താവ് നമ്മളെ കരുതുന്നത്. ഞാൻ ആത്മാവിൽ പറയട്ടെ, ദൈവത്തിൻ്റെ കലവറ സമ്പന്നമാണ്. എന്തുമാത്രം കലവറയിൽ നിന്ന് സപ്ലൈ ഉണ്ടായാലും ആ കലവറയ്ക്കൊരു ശോഷിപ്പും ഉണ്ടാവുന്നില്ല. ഏത് നേരത്തും ഏത് കാലത്തും നമ്മെ പോറ്റുവാൻ കർത്താവിന് കഴിയും. നിയമാവർത്തനം 31:6 പറയുന്നുണ്ട്, ഞാൻ നിന്നോട് കൂടെ വരും,
ഞാൻ നിന്നെ നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയില്ല. എത്ര ദുരിതപൂർണമായൊരു സാഹചര്യത്തിലാണെങ്കിലും കർത്താവ് നമ്മളെ പരിത്യജിക്കുന്നില്ല. കർത്താവ് കൂടെ ഇരിക്കുകയാണ്. ആശ്വാസമേകി, സൗഖ്യം നൽകി, സ്നേഹം പകർന്ന്, കരുണ കാണിച്ച് നമ്മെ പരിപാലിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിപാലനം അങ്ങ് വിശ്വസിച്ചോ? നമുക്ക് വേണ്ട ആഹാരം, നമ്മുടെ കുടുംബത്തിന് വേണ്ട കാര്യങ്ങൾ, നമ്മുടെ മക്കളുടെ ഭാവി, സാമ്പത്തിക മേഖലകൾ, ഇതെല്ലാം ക്രമപ്പെടുത്തുവാൻ ദൈവമായ കർത്താവിന് കഴിയും. ചുമ്മയൊരു അതിശയോക്തി പറഞ്ഞ് എന്തെങ്കിലും ഒരു വിടുവായി പറഞ്ഞ് പോകാനല്ല ഇത് പറയുന്നത്. ഇത് സത്യമാണ് പ്രിയപ്പെട്ടവരെ. ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെടുന്നില്ല. ദൈവത്തിന് തൻ്റെ സ്വഭാവത്തെ മാറ്റുവാൻ സാധിക്കുകയില്ല. അവൻ എന്നും വിശ്വസ്തനായ ദൈവമാണ്. തൻ്റെ മക്കളെ, തൻ്റെ ജനത്തെ, താൻ ആശ്രയിക്കുന്നവരെ പോറ്റുവാനും പുലർത്തുവാനും പരിപാലിക്കുവാനും മതിയായവനായ ദൈവം. ഉൽപ്പത്തി 22:14 കാണുന്നുണ്ട്. മോറിയ മലയിൽ അബ്രഹാമിന് ഇസഹാക്കിനും വേണ്ട കുഞ്ഞാടിന് ദൈവം കൊടുക്കുകയാണ്. ദൈവത്തിൻ്റെ ഈ പ്രൊവിഡൻസ് കണ്ട് അബ്രഹാം പറയുന്നുണ്ട്, ആ സ്ഥലത്തിന് യാഹവേ ഈരേ എന്ന് പേരിട്ടു. കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടതെല്ലാം പ്രദാനം ചെയ്യും. ദ ലോർഡ് വിൽ പ്രൊവൈഡ്, ജഹോവ ജൈറേ. നമ്മെ കരുതുവാൻ കർത്താവ് ശക്തനാണ്. രണ്ടാമത്, ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ, ആ ഡിവൈൻ പ്രൊട്ടക്ഷനിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റണം. നമുക്കിന്ന് ഒരുപാട്, ദൈവമേ കോവിഡ് എന്നെ പിടിക്കുമോ, ഞാൻ മരണപ്പെട്ടു പോകുമോ, മരണഭയം അനേകരെ പിടികൂടിയിട്ടുണ്ട്. പല പ്രിയപ്പെട്ടവരും മരിച്ചു പോയപ്പോൾ എൻ്റെ ഓക്സിജൻ ലെവൽ താഴുകയാണോ, എനിക്ക് ശ്വാസം കിട്ടുന്നില്ലേ, എൻ്റെ ലങ്സ് ആകെ താറുമാറായെന്ന് തോന്നണേ, നഷ്ടപ്പെട്ട ആരോഗ്യം ഇനി വീണ്ടെടുക്കാൻ പറ്റത്തില്ല, എൻ്റെ പ്രതിരോധശേഷി നഷ്ടപ്പെട്ടു, പല രോഗങ്ങൾ എന്നെ കയറി പിടിക്കുന്നു, ഇനി ജീവിച്ചിട്ട് എന്ത് കാര്യം? നിരാശയും ഡിപ്രഷനും പലവിധ വിഷാദവും മരണഭയമൊക്കെ പിടികൂടി ആയിരങ്ങൾ ഇന്ന് വല്ലാത്തൊരവസ്ഥയിലാണ്. പരിശുദ്ധാത്മ പറയാണ്, ദൈവം നൽകുന്ന സംരക്ഷണത്തിൽ വിശ്വസിക്കണം. ദൈവം വാക്കു പറഞ്ഞ് ചതിക്കുന്നവനല്ല പ്രിയപ്പെട്ടവരെ. 91 സങ്കീർത്തനം 7 പറയുന്നുണ്ട്, നിന്റെ ഇടത് 1000 നിന്റെ വലത് 10,000 മരിച്ചു വീണേക്കാം, എങ്കിലും നിനക്ക് ഒരു അനർത്ഥവും സംഭവിക്കുകയില്ല. നമുക്കൊരു അനർത്ഥവും സംഭവിക്കാതെ എത്ര വലിയ പ്രതിസന്ധിയിലും ആത്യാപത്തുകളിലും ദുരന്തങ്ങളിലും എത്ര വലിയ വിനാശങ്ങളിലും മഹാമാരികളിലും നമ്മെ സൂക്ഷിക്കുവാൻ നമ്മുടെ കർത്താവ് സർവശക്തനാണ്. അവൻ നൽകുന്ന സംരക്ഷണ കവചം ഭേദിക്കുവാൻ, തകർക്കുവാൻ ഒന്നിനും സാധിക്കുകയില്ല. വീണ്ടും 91 സങ്കീർത്തനം 10 വചനത്തിൽ പറയുന്നുണ്ട്, നിന്റെ കൂടാരത്തിന് ഒരു ബാധയും അടുക്കില്ല, ഒരു അനർത്ഥവും സംഭവിക്കില്ല. നമ്മുടെ ഭവനങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിത പങ്കാളി, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ദൈവം നമുക്ക് തന്നിട്ടുള്ളതെല്ലാം സംരക്ഷിക്കുവാൻ കർത്താവ് മതിയായവനാണ്. 125 സങ്കീർത്തനം 2 പറയുന്നില്ലേ, തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് ഇന്നും എന്നേക്കും വലയം ചെയ്യുന്നു. ഒരു പരിച പോലെ കർത്താവ് നമ്മളെ പൊതിഞ്ഞു നിൽക്കുകയാണ്. ഒരു ശക്തിക്ക് നമ്മളെ അടിക്കാൻ പറ്റത്തില്ല, തകർക്കാൻ സാധ്യമല്ല. കർത്താവ് തീമതിലായി, തീക്കോട്ടയായി നമുക്ക് ചുറ്റും നിലയുറപ്പിച്ചിരിക്കുന്നു. സക്രിയ പ്രവചനം 2:5 നമുക്കിത് കാണാം. മൂന്നാമതായി, ദൈവത്തിൻ്റെ സർവാധിപത്യത്തിൽ വിശ്വസിക്കുക. ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ ഒന്നും സംഭവിക്കുന്നില്ല. നമ്മൾ വിശ്വസിക്കേണ്ടത് ദൈവത്തിൻ്റെ സർവാധിപത്യത്തിലാണ്. ഏത് സാഹചര്യത്തെയും നിയന്ത്രിക്കുവാൻ, എത്ര വലിയ പ്രതിസന്ധിയെയും പരിഹരിക്കുവാൻ, തൻ്റെ സർവാധിപത്യം ഉപയോഗിച്ച് ഏത് സാഹചര്യത്തെ, ഏത് വ്യക്തികളെയും തൻ്റെ ഉദ്ദേശത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവമായ കർത്താവിന് സാധിക്കും. അവിടുന്ന് സർവാധിപനും സർവശക്തനുമായ ദൈവമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 17:1 പറയുന്നുണ്ട് അബ്രഹാമിനോട്, അബ്രഹാം
സർവശക്തനായ ദൈവമാണ് ഞാൻ. ഐ ആം ഓൾ മൈറ്റി ഗോഡ്, എൽ ഷദായ്, ഓൾ സഫിഷ്യന്റ് ഗോഡ്. കുറ്റമറ്റവനായിരിക്കുക, എൻ്റെ മുൻപിൽ നീ വ്യാപരിക്കുക, കുറ്റമറ്റവനായി നീ ജീവിക്കുക. ദൈവത്തിൻ്റെ സർവാധിപത്യത്തിൽ പലപ്പോഴും എൻ്റെ ജീവിതത്തെ ബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ സ്വഭാവമാണ് അവിടുത്തെ സർവാധിപത്യം. എത്ര ഉന്നതനാണെങ്കിലും നീ ദൈവത്തെ അറിയാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും തൻ്റെ സർവാധിപത്യം ഉപയോഗിച്ച് തൻ്റെ പദ്ധതികൾ നിറവേറ്റുവാൻ, തൻ്റെ ഉദ്ദേശങ്ങൾ നടപ്പിലാക്കുവാൻ ആ വ്യക്തികളെ ഉപയോഗിക്കാൻ ദൈവത്തിന് പറ്റും. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. നമുക്കാണ് പരിമിതികളുള്ളത്. ദൈവം പരിമിതികളില്ലാത്തവനാണ്. അവൻ സമയത്തിനപ്പുറമുള്ളവനാണ്, കാലത്തിന് അധീനനാണ്. ദൈവത്തിൻ്റെ സർവാധിപത്യത്തിൽ വിശ്വസിക്കുക, നമ്മൾ ഫ്രീ ആകും. പലപ്പോഴും എൻ്റെ വ്യക്തി ജീവിതത്തിൽ, ശുശ്രൂഷയുടെ ബന്ധത്തിൽ, പല ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്ന ആ സമയങ്ങളിലൊക്കെ ഇതെങ്ങനെ നടക്കും, എങ്ങനെ മുന്നോട്ട് പോകും, കാര്യങ്ങൾ എങ്ങനെ ക്രമപ്പെടുന്നൊക്കെ ചിന്തിച്ച് വേദനിക്കുന്ന പല നിമിഷങ്ങളിലും പരിശുദ്ധാത്മാവിനെ ഉണർത്തുന്ന ശക്തമായ ആലോചന ഇതാണ്: നമ്മുടെ കർത്താവ് സർവാധിപത്യമുള്ള ദൈവമാണ്. അവിടുന്ന് വിശ്വസ്തനായ ദൈവമാണ്. തൻ്റെ വചനങ്ങളോട് 100% ദൈവം വിശ്വസ്തനാണ്. ആ വചനങ്ങൾ നിറവേറ്റുവാൻ കർത്താവ് അതിൻ്റെ പുറകിൽ ജാഗരിക്കുകയാണ്. ഇങ്ങനൊരു കർത്താവ് നമുക്കുള്ളപ്പോൾ നമ്മൾ എന്തിനാ അസ്വസ്ഥരാകുന്നത്, എന്തിനാ ഭയപ്പെടുന്നത്? വിശ്വാസത്തിൽ മുന്നേറുക, കൃപയിൽ മുന്നേറുക, പ്രാർത്ഥനാ ജീവിതത്തിൽ മുന്നേറുക, പരിശുദ്ധാത്മ ശക്തിയിൽ മുന്നേറുക, പരസ്പരം സ്നേഹിച്ച ഐക്യതയിൽ മുന്നേറുക, കർത്താവിൻ്റെ സഭയെ ബലപ്പെടുത്തുക. നമ്മൾ ഒന്നിച്ച് നിൽക്കേണ്ട സമയം, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ട സമയം. ശുശ്രൂഷകരൊക്കെ വിവിധങ്ങളായ മിനിസ്ട്രികൾ ദൈവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ നാളുകളിൽ ഒന്നിച്ച് പ്രാർത്ഥിച്ച് ഒരേ ഹൃദയത്തോടെ, ഒരേ ദർശനത്തോടെ കർത്താവിൻ്റെ ശുശ്രൂഷകൾ ചെയ്യേണ്ട സമയം. ഈ ഒരു ചൈതന്യം എല്ലാവരിലേക്കും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്കതിനായി ആഗ്രഹിക്കാം. ഏത് പ്രതികൂലത്തിലും, എന്തൊക്കെ ദുരന്തങ്ങളും ദുരിതങ്ങളും തകർച്ചകളും അത്യാപത്തുകളൊക്കെ വരട്ടെ, വിശ്വാസം ക്ഷയിക്കാതെ, വിശ്വാസം ദുർബലമായി പോകാതെ, വിശ്വാസത്തിൽ ബലപ്പെട്ട് മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. വ്യക്തിപരമായി നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും ജീവിക്കുന്ന നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മഹത്വമേ, മഹത്വമേ,